ദാമോദര മേനോന്റേത് എന്ന് പറയുന്ന വീട്ടിലാണ്, അവരുടെ സഹോദരന്റെ വീട്ടിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. അവരുടെ സഹോദരനാണ് നമ്മോടൊപ്പം തത്സമയം ചേരുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നത് ദാമോദര മേനോനാണെന്നാണോ? അതെ, പുള്ളി ഇപ്പം പോകുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി എടുത്ത് വെച്ച ഫോട്ടോ. പക്ഷെ ഈ ഫോട്ടോയിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതായത് നമ്മൾ ഈ ചുമരിൽ കാണുന്ന ഫോട്ടോയിൽ നിന്ന് നമ്മളിപ്പോൾ കാണുന്ന ഈ ഫോട്ടോയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് അവരെ തിരിച്ചറിഞ്ഞത്? കുറച്ച് തൃശ്ശൂർ ഗീത എന്നൊരു തട്ടിലാണ്, വളരെ കാലമായി. മറ്റ് സുഖമില്ലാത്തവർ കണ്ടല്ലേ, ആ ചുറ്റുപാട് അവസാനം കാണുന്ന കട്ടലിരിക്കുന്നത് അവസാനം കാണുന്നത്. ഇത് എങ്ങനെയാ അപ്പൊ നിങ്ങൾ തിരിച്ചറിഞ്ഞത്? എങ്ങനെയാ ഇത് ഈ പടം തന്നെയാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞത് എങ്ങനെയാ? ഈ കാറിനടുത്ത് നിൽക്കുന്ന പടം ഒരു പെങ്ങളും വേറെ ആരും ഇല്ലല്ലോ. നിങ്ങൾക്ക് വിശ്വാസമാണത്? അതെ, കാരണം ഞാനും പുറം രാജ്യത്ത് പോയാളാ, ഗൾഫില് രാജാവിന്റെ വീട്ടിൽ കളിച്ചാണ് ഞാൻ. അപ്പൊ സത്യാവസ്ഥകൾ പറയാൻ മേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആവശ്യമായിട്ടാണ് ക്രോസ് ചെയ്യുമ്പോൾ അതിനെ നേരിടും, അത് വേറെ കാര്യം. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. ഒരാളും ഇതിനെ ക്രിട്ടിസൈസ് വരും വേണ്ട, വരും കാര്യമില്ല. കാരണം 10 പൈസയും ഇതില്ല. ഇവര് നിങ്ങളെ വിളിക്കാറുണ്ടോ? ദാമോദര മേനോൻ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ കഴിഞ്ഞ മാസമാണ് ചേട്ടൻ ബോബി എன்ற ഒരാൾ ഞങ്ങളുടെ അങ്ങോട്ട് അത്താണെങ്കിൽ മില്ലിലാണ്, ഇതിലെ ജോലിയാണ്, ഇതാണ് സെക്യൂരിറ്റിയാണ്. അപ്പോൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ അമ്മാവ ഫോട്ടോ കാണിച്ചു തന്നു, വർത്താനങ്ങൾ പറഞ്ഞിട്ടേ ഉള്ളൂ. വയ്യാന്ന് പറയുമ്പോൾ സങ്കടം ഇതേ ഉള്ളൂ. ഈ വീടുമായിട്ട് അകന്നു കഴിയുന്നത് എന്തുകൊണ്ടാണ്? അകന്നു കഴിച്ചാൽ ഞാൻ വീട്ടിൽ വന്നാൽ ഒരാഴ്ച താമസിക്കുള്ളൂ. അത് പ്രത്യേക മെന്റാലിറ്റിയാണ് അങ്ങോട്ട് ശമ്പളം കൊടുക്കുന്ന ആൾക്കാരെ അവർക്ക് അവരുടെ കാര്യമുള്ളൂ. വീട്ടുകാർ ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് ജീവിക്കുന്നില്ല. ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യാം, എന്ത് കോപ്പ റെക്കമെൻഡ് ചെയ്യണം എന്നോടാ. അവസാനം സീരിയലാണ് ഞാൻ കുങ്കുമം പൂവ് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ ഈ വിദേശത്ത് പോയിട്ട് എത്ര നാളായി? കാലമുറയായി. ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും? കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ പറ്റുമോ? പെട്ടെന്ന് പറയാൻ പറ്റില്ല. അവൻ ലണ്ടനിലേക്ക് പോയ ആളാ, പൂനെന്ന് പാസ്സായി ലണ്ടനിലേക്ക് പോയി. ഈ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ദാമോദര മേനോന്റേതെന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ള പാസ്പോർട്ടിലൊക്കെ പേരുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്, അത് തമ്മിലൊരു ചേർച്ചയില്ല. അപ്പൊ ഇവര് ഡി മേനോൻ, ദാമോദര മേനോൻ, വേറെ ഒന്നും മാറ്റില്ല. ഇത്രേ ഉള്ളൂ. ഈ ഒളിച്ചു താമസിക്കുകയാണ് എന്നൊക്കെ പറയുന്നത് അവിടെ നമ്മുടെ മാരേജ് നടത്തിയ അവിടെയാ. ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഡ്രസ്സ് അയച്ചു കൊടുത്ത്, എന്ത് വേഷ്ടിയും മുണ്ടും അയച്ചു കൊടുത്തു അങ്ങോട്ട്. എന്നിട്ട് അവിടെ കല്യാണം നടത്തി. മക്കള് 2 മക്കള് അടിയമ്മ. ദാമോദര മേനോന്റെ കൂടെ അവിടെ ഭാര്യയും ഉണ്ട് എന്ന് തന്നെയാണോ പറയുന്നത്? അതെ, ഭാര്യയും അവരുടെ കൂടെ ബ്രൂണയിൽ ഉണ്ടെന്നാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവരെ? ഇല്ല. ഈ ഇവിടെ ഫോട്ടോ ഉണ്ടായിരുന്നു, മറ്റീനും ഇത്രയുള്ളൂ. ഒരു പഴയ ഫോട്ടോ ഉണ്ടായിരുന്നു, ഇത്രയുള്ളൂ. ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്? ഇല്ല, അവിടെ നിന്ന് യാതൊരു വിവരങ്ങളും നിങ്ങൾക്ക് ലഭ്യമല്ല. പക്ഷെ ഫോട്ടോ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായത് ദാമോദര മേനോൻ? കണ്ടപ്പോ മനസ്സിലായി. ഞാൻ എന്നെ ഉള്ളൂ അനിയൻ, കണ്ടപ്പോ മനസ്സിലായി. അപ്പൊ പറയാൻ ആവശ്യമുണ്ടോ? നമ്മുടെ രക്തബന്ധല്ലേ. ഈ അടുത്ത് ഗോപിനെ വിളിച്ചു എന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് നിങ്ങൾ ഈ ഫോട്ടോ കാണുകയോ ഗോപിയായിട്ട് വീഡിയോ കോൾ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തില്ല? ഫോട്ടോ കാണിച്ചു തന്നു. ഫോട്ടോ കാണിച്ചു തന്നു. ആ ഫോട്ടോ കയ്യിലുണ്ടോ? എന്റെ ഇല്ല. അങ്ങനെ ഇതേ വന്ന അത് കണ്ടു, കുറച്ച് വിഷമം തോന്നി, ഇത്രേ ഉള്ളൂ. ഒരു ആക്സിഡന്റ് വെച്ചാണെന്ന് പറഞ്ഞു. എന്ത് ആക്സിഡന്റ് ആയിരുന്നു? എന്താന്ന് എനിക്കറിയില്ല. ഇവര് എപ്പോഴായിരുന്നു ദാമോദര മേനോൻ അവസാനമായി നാട്ടിലേക്ക് വന്നത്? വന്നിട്ട് 30 വർഷമായി. 30 വർഷമായി. 30 വർഷമായിട്ട് നാടുമായിട്ട് യാതൊരു ബന്ധമില്ല. എപ്പോഴെങ്കിലും ഉള്ള ഈ ഒരു കോണ്ടാക്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും കണ്ടപ്പോ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതാണ് ഇവരുടെ വീട്ടുകാർ ഉന്നയിക്കുന്ന അവകാശവാദം. ഈ ചിത്രത്തിൽ കാണുന്നത് ദാമോദര മേനോനാണ്, സുകുമാരക്കുറുപ്പല്ല എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന അവകാശവാദം. ഇതാണ് ഇവരുടെ ഈ ദാമോദര മേനോന്റേത് എന്ന് പറയുന്ന ഒരു പഴയ ചിത്രം ഈ വീടിനകത്തുള്ളത്. ഇത് പഴയകാല ചിത്രമാണ് എന്നുള്ളത് തന്നെയാണ് ഇവർ നൽകുന്ന വിശദീകരണം. ഒരു കല്യാണ ഫോട്ടോ ഉണ്ടായിരുന്നു എന്ന് ഇവർ അവകാശപ്പെടുന്നുണ്ട്, പക്ഷേ അതിപ്പോൾ ഇവിടെ കാണാനില്ല, അത് ഇവിടെ ദൃശ്യമല്ല എന്നുള്ളതാണ്. പാസ്പോർട്ടിന്റെ വിവരങ്ങളൊന്നും തന്നെ ഇവരുടെ കയ്യിലില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ ബ്രൂണയിൽ താമസിക്കുന്ന സുകുമാരക്കുറുപ്പ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്ന വാർത്തകളിൽ നമ്മൾ അടിമുടി ദുരൂഹത കണ്ടിരുന്നു. പാസ്പോർട്ടിൽ പേരുമാറ്റം ഉണ്ടായിരുന്നു, വ്യത്യസ്തത ഉണ്ടായിരുന്നു. അത്തരം വ്യത്യസ്തതകൾ ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യത്തിനൊന്നും കൃത്യമായ മറുപടിയില്ല, അല്ലെങ്കിൽ അത് അറിയില്ല. പാസ്പോർട്ടിൽ മാറ്റങ്ങളൊന്നുമില്ല, പേരിൽ മാറ്റങ്ങളൊന്നുമില്ല എന്നുള്ളൊരു വിശദീകരണമാണ് ഈ കുടുംബം നൽകുന്നത്.